നമ്പേഴ്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയ മറ്റൊരു ആശയമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 7ാം ക്ലാസ് ലെവൽ ക്വാളിഫിക്കേഷൻ എക്സാംസ് ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് പറയാൻ പറ്റുന്ന ബേസിക് ലെവൽ ഒരു ആശയമാണ്. ശരിക്കും ഭാഷത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ. ഈ പേര് ആക്ച്വലി നമ്മൾ നേരത്തെ തൊട്ടേ കേൾക്കുന്നതാണല്ലേ. നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് സംസാരിച്ചപ്പോൾ തന്നെ, നിസർഗ സംഖ്യകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന ഘടകങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴായിരുന്നു? അഭാജ്യസംഖ്യയും ഭാജ്യസംഖ്യയും പറഞ്ഞപ്പോൾ. സോ അതിനുശേഷം ഡിവിസിബിലിറ്റി റൂൾസിലും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ കാണുകയുണ്ടായി. ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ പറഞ്ഞ മറ്റൊരു ആശയമാണ് ഏതൊരു ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ എന്താണ് ഫാക്ടേഴ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഇത് ആക്ച്വലി 5ാം ക്ലാസ്സിലാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. SCERT സിലബസ് നോക്കുകയാണെങ്കിൽ പിന്നെ 6ാം ക്ലാസ്സിലും കുറെ ആശയങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ബേസിക് ലെവലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും 7th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ എക്സാം ഫോക്കസ് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് വേറെ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം. സോ എന്താണ് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ പറയുവാണെങ്കിൽ നമുക്കൊരു നമ്പർ സങ്കല്പിക്കാം 4. ഇപ്പൊ നമ്പർ സങ്കല്പിക്കാൻ പാടുണ്ടെങ്കിൽ എന്തെങ്കിലും 4 ഐറ്റംസ് എടുക്കുക, 4 വസ്തുക്കൾ എടുക്കുക. ഇവിടെ 4 പെൻസ് നമ്മൾ എടുത്തു. ഇതിനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മൾ നോക്കുക. സോ അതിനു മുമ്പായിട്ട് ഇതിന് മറ്റൊരു പേര് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹാരകങ്ങൾ. സോ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെന്ന് മനസ്സിലായല്ലോ. സോ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഫാക്ടേഴ്സ് വരുന്നത്. സോ വീണ്ടും നമ്മൾ അതിലേക്ക് വരുമ്പോൾ 4 പേരുകൾ എടുക്കുന്നു. ഇതിനെ നമുക്ക് തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുന്ന രീതികൾ നോക്കാൻ പോവാം. സോ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പേനയായിട്ട് മാറ്റുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റിലാക്കുന്ന സങ്കല്പിക്കുക. സോ ഏത് പാക്കറ്റ് എടുത്താലും ഓരോ പേനകൾ തുല്യമായ രീതിയിലല്ലേ നമ്മൾ ഭാഗിച്ചിരിക്കുന്നത്. സോ അതൊരു രീതി. വേറെ ഏതെങ്കിലും രീതി ഉണ്ടോ എന്ന് വെച്ചാൽ ഈ 2 എണ്ണം വെച്ച് നമുക്ക് ഭാഗിക്കാം, ശരിയല്ലേ? ഈ 2 എണ്ണം വെച്ച് നമ്മൾ 2 പാക്കറ്റിലാക്കി. സോ ഇപ്പൊ നോക്കിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ സെയിം രീതി തന്നെയാണ് ഭാഗിച്ചു പോയിരിക്കുന്നത്, തുല്യ എണ്ണമാണ്. ഇനി നോക്കുവാണെങ്കിൽ പിന്നെയുള്ള കേസ് 4 എണ്ണം ഒരുമിച്ച് ഭാഗിക്കുന്ന. സോ 4 എണ്ണം ഒരുമിച്ച് ഒരു പാക്കറ്റിലാക്കിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ പിന്നെ ഒരു പാക്കറ്റുള്ള എണ്ണം തുല്യമാണോ നോക്കേണ്ട ആവശ്യമില്ല. സോ 3 രീതിയിലേ നമുക്ക് ഇത് നിശേഷം ഹരിക്കാൻ സാധിക്കും. പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 3 കേസുകളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ഉള്ള കേസുകൾ? 4 എന്ന് പറയുന്ന സംഖ്യ എടുത്താൽ, 4 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ നമുക്കുള്ളത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇതിനെയാണ് നമ്മൾ ഹാരകങ്ങൾ അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളില്ലേ, ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താൽ 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 into 4 എന്ന് എക്സ്പ്രസ് ചെയ്യാമല്ലോ, ശരിയല്ലേ? പിന്നെ ഉള്ളത് 2 into 2. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 2 രീതിയിലാണ് 4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഗുണന പട്ടികയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കിയാൽ 1 into 4 നമുക്ക് 2 സംഖ്യകളുണ്ട്. 2 into 2 എന്ന് പറയുന്നത് ബേസിക്കലി ഒരൊറ്റ സംഖ്യ തന്നെയല്ലേ, 2 വട്ടം എഴുതിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. സോ ഏതൊക്കെയാ? 1ഉം 4ഉം 2 ആണ് നമ്മുടെ ഫാക്ടേഴ്സ്. സോ ബേസിക്കലി നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ അടിസ്ഥാനം തന്നെ എവിടെയും പറ്റുന്ന കാര്യം എന്താ? മൾട്ടിപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമുക്ക് ഹരണത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. സോ 4 എന്ന് പറയുന്ന സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ എപ്പോഴും മനസ്സിലാക്കേണ്ട വസ്തുത, ആ സംഖ്യയും അതിനേക്കാൾ താഴെ വരുന്ന സംഖ്യകൾ, കുറവ് വരുന്ന സംഖ്യകളുമായിരിക്കും എപ്പോഴും ഘടകങ്ങൾ. അതായത് 4 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുമ്പോൾ 4 ഒരു ഘടകമാണ്, മീൻസ് അതേ സംഖ്യ ഒരു ഘടകമാണ്. പിന്നെ അത് കുറഞ്ഞ സംഖ്യ, മീൻസ് അതിൽ താഴെ വരുന്ന, അതിനേക്കാൾ താഴെ വരുന്ന സംഖ്യകൾ, അത് 2ഉം 1ഉം മാത്രമേ നിലവിൽ 4ന്റെ കേസിലുള്ളൂ. സോ 3 ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഭാജ്യസംഖ്യയാണെന്നറിയാം. സോ ഇതേപോലെ ഏതൊരു സംഖ്യയും നമുക്ക് ഇതുപോലെ 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എടുക്കുമ്പോഴാണ് നമുക്ക് ഫാക്ടേഴ്സ് കിട്ടുന്നത്. അടുത്തൊരു എക്സാമ്പിൾ 8 എടുക്കുന്നു. 8നെ നമുക്ക് 1 ഗുണം 8 എന്ന് പറഞ്ഞ് കാണാം. 2ന് ടേബിൾ വന്നാൽ 2 ഗുണം 4. സോ 4ന് ടേബിൾ വന്നാൽ 4 ഗുണം 2. വേറെ ഏതെങ്കിലും രീതിയിൽ 8നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടില്ലല്ലോ. 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ഫാക്ടേഴ്സിന്റെ എണ്ണം നോക്കിയാൽ 1, 8, 2, 4. 4 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാം. ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇനി കാണുന്നുണ്ടാവും. അതിന്റെ ബേസിക് ആശയം മാത്രം എപ്പോഴും നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാവില്ല. ഇനി വേറൊരു സംഖ്യ നോക്കാം. 12 എന്ന് പറയുന്ന നമ്പർ 12. സോ 12നെ നമുക്ക് 1 ഗുണം 12 എന്ന് പറഞ്ഞ് എഴുതാം, ശരിയല്ലേ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ ഓർത്താൽ മതി. 2 ഗുണം 6 എന്ന് പറഞ്ഞ് എഴുതാം. നെക്സ്റ്റ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 ഗുണം 4. അടുത്ത 4 ഗുണം 3, 6 ഗുണം 2, 12 ഗുണം 1. അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. സോ ഫാക്ടേഴ്സിന്റെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം
1, 2, 3, 4, 5, 6 ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഈ സംഖ്യയെ നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ. എപ്പോഴും 1 എന്ന് പറയുന്ന സംഖ്യ എല്ലാ എണ്ണൽ സംഖ്യയുടെയും ഘടകമാണ്. എ നമ്പർ വിച്ച് ഈസ് എ ഫാക്ടർ ഓഫ് ഓൾ ദി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ 1 ആണ് അതിന്റെ ആൻസർ. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിന്റെയും ഘടകങ്ങളാണ്, പൊതു ഘടകമാണ്. ഇനി ആ സംഖ്യ എപ്പോഴും ആ സംഖ്യയുടെ ഘടകമായിരിക്കും. 12 12ന്റെ ഘടകമാണ് 12. നേരത്തെ കണ്ട 8ഉം 8ന്റെ ഘടകമാണ്. 4ഉം 4ന്റെ ഘടകമുണ്ട്. ശരിയാണല്ലോ? സോ ഫാക്ടേഴ്സിന്റെ ബേസിക് ഐഡിയ മനസ്സിലായല്ലോ. സോ അങ്ങനെയെങ്കിൽ ഏതൊരു ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അവിടെയാണ് നമുക്ക് അഭാജ്യ ഘടകങ്ങളുടെ ആശയം വരുന്നത്. സോ 4ന്റെ കേസിൽ എങ്ങനെയാണ് അഭാജ്യ ഘടകങ്ങളിലേക്ക് നമ്മൾ ബേസിക് ലെവൽ എത്തുന്നത് ചോദിച്ചാൽ ഇതുപോലെ നമ്മൾ ഹരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. 4 2 കൊണ്ട് ഹരിച്ചു 2 കിട്ടി. അഭാജ്യ ഘടകങ്ങൾ മാത്രമല്ലേ. സോ 4 = 2 × 2 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ കാണുന്ന മറ്റൊരു രീതിയാണ് 2². നേരത്തെ കണ്ടിട്ടുള്ള 2². സോ അഭാജ്യ സംഖ്യയുടെ റെപ്രസെന്റേഷൻ തന്നെയല്ലേ. 2ന്റെ പവർ 2 ഒന്നല്ലേ ഉള്ളൂ. സെയിം രീതിയിൽ 8 എടുത്താൽ 8നെ നമുക്ക് കാണാൻ പറ്റുന്നത് 8നെ നമ്മൾ അഭാജ്യ സംഖ്യ കൊണ്ട് മാത്രം ഹരിക്കുന്നത് നോക്കിയാൽ മതി. 2 ആണ് ഒരു അഭാജ്യ സംഖ്യ. 2 കൊണ്ട് ഹരിച്ചു, അപ്പൊ 4 വന്നു. 4 ഭാജ്യമാണ്, വീണ്ടും ഹരിക്കാൻ പറ്റും. 2 കൊണ്ട് ഹരിച്ചു, അപ്പൊ 2 വന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 അഭാജ്യമാണ്, അവിടെ വെച്ച് നിർത്താം. സോ 8നെ നമുക്ക് 2 × 2 × 2 എന്ന് എഴുതാം. 2 × 2 × 2. ഇതിനെ എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 2³ എന്ന് പറഞ്ഞെഴുതാം. ശരിയല്ലേ? 2⁻3. നെക്സ്റ്റ് ഇതേപോലെ 12 നോക്കുവാണെങ്കിൽ 12നെ നമുക്ക് ആദ്യമേ 2 കൊണ്ട് ഹരിക്കാൻ അറിയാലോ. സോ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. 6നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. 3 ഒരു അഭാജ്യ സംഖ്യയല്ലേ. സോ അവിടെ വെച്ച് നിർത്താം. ഇനി 12നെ ഇതുപോലെ എക്സ്പ്രസ് ചെയ്താൽ 2 × 2 × 3. ഇതിനെ ആക്ച്വലി നോക്കിയാൽ 2 × 2 × 3 അഭാജ്യ ഘടകങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അഭാജ്യ സംഖ്യകൾ മാത്രമല്ലേ എഴുതിയിരിക്കുന്നത്. ഈ 2 × 2നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. സോ 2² × 3 എന്ന് പറഞ്ഞ് എഴുതാം. സോ ബേസിക്കലി ഓർത്താൽ മതി, നമ്മുടെ ഈ ബേസ് സംഖ്യ, ബേസ് ആയി കിടക്കുന്ന സംഖ്യ അഭാജ്യമായിരിക്കണം. പവറിൽ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, കുഴപ്പമില്ല. സോ ബേസ് സംഖ്യ അഭാജ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അഭാജ്യ ഘടകങ്ങളുടെ രീതിയിൽ എഴുതി എന്ന് പറയാം. സോ ബേസിക്കലി ചോദ്യങ്ങൾ വരാറുള്ളത് അഭാജ്യ ഘടകങ്ങളുടെ രീതിയാക്കുക, അല്ലെങ്കിൽ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇതുപോലത്തെയാണ് ബേസിക് ലെവലിൽ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾ ചോദ്യങ്ങൾ വരാറുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് ആ ഒരു ആശയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ ആ രീതികൾ മനസ്സിലാക്കുന്നു, ചെറിയ ചെറിയ ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുന്നു. എന്താ ഈ അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുന്ന രീതി മനസ്സിലാക്കണം. ഡിവിസിബിലിറ്റി റൂൾസ് നമുക്ക് വന്നിട്ടുള്ളതാണ്. അതേപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിലും വരും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വെക്കണം. ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഏതൊരു ഭാജ്യസംഖ്യയും അഭാജ്യ സംഖ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. സോ അതെങ്ങനെയും നമ്മൾ നേരത്തെ കാട്ടിരുന്നു അല്ലേ. സോ ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘടകങ്ങളുടെ എണ്ണം, അതേപോലെ അഭാജ്യ ഘടകങ്ങൾ എന്താണെന്നൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ അഭാജ്യ ഘടകങ്ങളിലേക്കാണ് പോകുന്നത്. എന്താണ് അഭാജ്യ ഘടകങ്ങൾ? അഭാജ്യം എന്ന് പറയുമ്പോൾ തന്നെ പ്രൈം. സോ പ്രൈം ഫാക്ടേഴ്സ്. സോ പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ് നമ്മൾ ആക്ച്വലി കാണുന്ന മെത്തേഡിന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട 4 എന്ന് പറയുന്ന നമ്പർ എടുക്കുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ. 1ഉം 2ഉം 4ഉം. അത് കൂടാണ്ട് നമ്മൾ ഒരു രീതി കൂടി എക്സ്പ്രസ് ചെയ്തു, 2² എന്ന് പറഞ്ഞു. ഇത് ഓർമ്മയുണ്ടാവുമല്ലോ, 2 × 2. സോ 2². സോ പ്രൈം നമ്പറിന്റെ ബേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ രീതിയിൽ നമ്മളൊരു നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ 4നെ 2² എന്ന് പറഞ്ഞു കണ്ടു, 8നെ നമ്മൾ 2³ എന്ന് പറഞ്ഞു കണ്ടു. അതേപോലെ 12നെ നമ്മൾ 12ന്റെ ഫാക്ടേഴ്സിന്റെ രൂപം നമ്മൾ കണ്ടത് 4 × 3, അതായത് 2² × 3 എന്ന് പറഞ്ഞ് കാണുകയുണ്ടായി. സോ ബേസിക്കലി 4, 8, 12 എന്ന് പറഞ്ഞ സംഖ്യകൾ എന്ത് ടൈപ്പ് സംഖ്യകളാണ്? ഭാജ്യ സംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. സോ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ നമുക്ക് അഭാജ്യ സംഖ്യകളുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാണുന്നതൊക്കെ. അതേപോലെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസിലൊക്കെ 24 എന്ന് പറയുന്ന സംഖ്യ അതിനെ 8 × 3 എന്ന് പറഞ്ഞ് കാണുകയും അവിടെ 2³ × 3 എന്ന് പറഞ്ഞ് എഴുതുകയും ചെയ്യുന്നുണ്ടായി. 2³ × 3. സോ ഇതാണ് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ രൂപം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നു. പ്രൈം നമ്പേഴ്സിന്റെ പവേഴ്സിൽ എന്ത് തന്നെ വന്നാലും കുഴപ്പമില്ല. സോ അഭാജ്യ ഘടകങ്ങളുടെ രൂപമാണിത്. ഇനി ഘടകങ്ങളുടെ എണ്ണം വെച്ചാൽ ഫാക്ടേഴ്സിന്റെ എണ്ണം. സോ 4ന്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം 4ഉം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. സോ 3 ഫാക്ടേഴ്സ് ആണ് നമുക്കറിയാം. സോ ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഘടകങ്ങൾ കണ്ടെത്തിയതിനു ശേഷം എണ്ണം കണ്ടെത്താൻ പറ്റും. വലിയ നമ്പേഴ്സ് വരുമ്പോഴും ഘടകങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കും.
പക്ഷെ അവിടെ സമയം എടുക്കുന്നുണ്ടാവും. ഓരോ ഘടകങ്ങളും നമ്മൾ കണ്ടെത്തി പിന്നെ നമ്മൾ എണ്ണാൻ പോകുമ്പോൾ സമയം എടുക്കും. സോ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു രീതിയുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. സോ നെക്സ്റ്റ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന ആശയമാണ്. സോ 4/2 അതായത് അഭാജ്യ സംഖ്യയുടെ ടേംസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ പവർ നോക്കുക. പവറിൽ എന്താ ഉള്ളത്? 2 ഉണ്ടല്ലേ, അതിൻ്റെ 1 കൂട്ടുക 3. സോ ഘടകങ്ങളുടെ എണ്ണം എത്രയാ? 3 കിട്ടുന്നുണ്ടാവും. 3 എണ്ണാലേ നമുക്ക് വന്നിരുന്നേ. അതേപോലെ പറയുവാണെങ്കിൽ 8ന്റെ ഘടകങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പവർ നോക്കുന്നു. പവറിൽ എന്താ ഉള്ളത്? 3 ഉണ്ടല്ലേ, അതിൻ്റെ 1 കൂട്ടിയാൽ 4. ഇനി 8ന്റെ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു? എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങൾ. അത് തന്നെ കിട്ടിയിരിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ 12 വന്നപ്പോൾ 2² × 3 എന്ന് പറഞ്ഞാൽ നടക്കുന്നല്ലേ. സോ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഘടകങ്ങളുടെ എണ്ണത്തിലേക്ക് നമ്മൾ പവേഴ്സ് നോക്കുന്നു. സോ ഇവിടെ പവർ നോക്കിയാൽ 2/2 ഉണ്ട്. സോ 1 കൂട്ടുന്നു, 3 എഴുതി. പിന്നെ നമുക്ക് ഒരു സംഖ്യ കൂടി കിടപ്പുണ്ടല്ലോ 3. അതിന്റെ പവറിൽ എന്താ ഉള്ളത്? പവറിൽ ഡീഫോൾട്ട് ആയിട്ട് 1 ആവണമെന്നല്ലോ. വെറുതെ ഒരു സംഖ്യയാണെങ്കിൽ അത് പവർ 1 ആണ്. സോ അതിന്റെ പവർ 1 ഉണ്ടെങ്കിൽ അതിൽ 1 കൂട്ടും, അപ്പൊ 2 വരും അല്ലേ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇല്ലേ. സോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 2 എത്രയാ? 6 കിട്ടുന്നുണ്ടാവും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഏറ്റവും ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണോ എഴുതിയിരിക്കുക എന്ന് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ എഴുതണം. അതിനുശേഷം പവേഴ്സ് നോക്കുക. മൾട്ടിപ്ലിക്കേഷനിൽ എത്ര, ഗുണനത്തിൽ എത്ര വേണമെങ്കിലും നമ്പേഴ്സ് ഉണ്ടായിക്കോട്ടെ, അതിന്റെ പവേഴ്സ് നോക്കുക. ആ പവറിനോട് 1 കൂട്ടുക, എന്നിട്ട് ഗുണിക്കുക. പവറിനോട് 1 കൂട്ടി ഗുണിച്ചു. ഇനി 12 ഫാക്ടേഴ്സ് വേണമെങ്കിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 12 ഉണ്ട്. 1, 2, 3, 4, 6, 10 ഉണ്ട്. 1, 2, 3, 4, 5, 6 6 സോ ഇങ്ങനെ നമ്മൾ 6 കണ്ടെത്തുന്നതിന് പകരം നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ എളുപ്പത്തിൽ കഴിയും. അതേപോലെ 24 നമ്മൾ ഈ രീതി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ പവർ 3 ഉണ്ട്, അതിലൂടെ 1 കൂട്ടുക, സോ 4 വരും. ഇൻറ്റു ഇവിടെ പവർ 1 ഉണ്ട്, അതിലൂടെ 1 കൂട്ടുക, 2 വരും. 4 2 8 8 ഫാക്ടേഴ്സ്. 24ന്റെ ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ 1 2 3 4, പിന്നെ വരാൻ പോകുന്നത് 6 6 4 24 ആണ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് 8 8 3 24, 12 2 24, 24 × 1 24. എണ്ണി നോക്കുക, 8 ഉണ്ടാവും. 1 2 3 4 5 6 7 8 ഫാക്ടേഴ്സ്. സോ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. സോ ബേസിക്കലി അറിയേണ്ട ഇതാണ്. ഏറ്റവും ആദ്യമേ നമുക്കൊരു ഭാജ്യസംഖ്യ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അഭാജ്യ സംഖ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അഭാജ്യ സംഖ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാമല്ലോ. സോ 24നെ നമുക്ക് പല 3 × 8 എന്ന് കാണാൻ പറ്റില്ല. ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ നമുക്കറിയാവുന്ന 2 ആണല്ലേ. സോ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ 2 കൊണ്ട് ഹരിച്ചാൽ 12 കിട്ടും. 12നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 6 കിട്ടും. 6നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടുന്നുണ്ടാവും. സോ 3 അഭാജ്യ സംഖ്യയുള്ള അഭാജ്യ സംഖ്യ എപ്പോൾ കിട്ടുന്ന അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി നോക്കുവാണെങ്കിൽ 2 × 2 × 2 × 3. സോ 2³ × 3. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്ത് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് ഈ ഒരു രീതി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ രീതിക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ മൈൻഡിൽ തന്നെ 2 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ആ 2 നമ്പേഴ്സിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും. സോ ആശയം മനസ്സിലാക്കി വയ്ക്കുക. കാരണം നമുക്ക് LCM, ലസാഗു, അതുപോലെ ഉസാഗയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയുടെ സഹായം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെച്ചോളൂ. ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ അഭാജ്യ ഘടകങ്ങളുടെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതും കണ്ടിരുന്നു. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന രീതി. അതിൽ നിന്ന് ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതും മനസ്സിലാക്കി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ആശയങ്ങൾ എത്രമാത്രം നമ്മുടെ മനസ്സിലുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് 3-4 ചോദ്യ രൂപത്തിലേക്ക് പോവാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 5 ചോദ്യങ്ങളുണ്ട്. സോ ഇവിടെ നമുക്ക് അഭാജ്യ ഘടകങ്ങളുടെ രീതിയിൽ നമുക്ക് ആക്കാൻ ശ്രമിക്കണം. അതിനുശേഷം വേണം ഘടകങ്ങളുടെ എണ്ണം കൂടി കണ്ടെത്താൻ. സോ അങ്ങനെയെങ്കിൽ ഈ ചോദ്യങ്ങളൊന്ന് സ്വയം ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതികൾ കൂടി മനസ്സിലാക്കുക. സോ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളും എടുത്തിട്ട് നമുക്കൊന്ന് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ കിട്ടിയ ആൻസർ നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കൂടി ചെക്ക് ചെയ്യാം. സോ ഏറ്റവും ആദ്യമേ 36 എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ. 36 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ വേണ്ടത് ഘടകങ്ങളുടെ എണ്ണത്തിന് മുമ്പായിട്ട് അഭാജ്യ ഘടകങ്ങളുടെ രൂപത്തിൽ നമ്മൾ അഭാജ്യ ഘടകങ്ങളുടെ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ
പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ 36 കാണിക്കാൻ പോവാ. സോ 4x9 എന്ന് പറഞ്ഞ് കിട്ടുവാണെങ്കിൽ 4x9 ആണെങ്കിൽ നമുക്ക് അതിനെ 2² × 3² എഴുതാം. ശരിയല്ലേ? 4x9 എങ്ങനെയാണ് 4x9 വന്നതെന്ന് ചോദിച്ചാൽ 36ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 36 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 36 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ 4x9 എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ 4 എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ ഹയസ്റ്റ് പവർ വരുന്ന, 9 എന്ന് വെച്ചാൽ 3 എന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ ഹയസ്റ്റ് പവർ വരുന്ന. സോ ഇവിടെ 2ഉം 3ഉം എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ് മാത്രമേ 36 അടങ്ങിയിട്ടുള്ളൂ എന്നും കൂടി ആശയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇനി ഇങ്ങനെ കിട്ടിയില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല, 36 എടുക്കുക, സാധാരണ ചെയ്യുന്ന പോലെ 2 കൊണ്ട് ഹരിക്കുക. കാരണം എന്താണ്, 36 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണെന്ന് നമുക്കറിയാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 18 കിട്ടും, 18നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 9 കിട്ടും. 9നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും, അടുത്ത അഭാജ്യ സംഖ്യ നോക്കും, 3 ആണെന്നറിയാം, 3 കൊണ്ട് ഹരിക്കുക, സോ 3 കിട്ടും. സോ 3 അഭാജ്യ സംഖ്യകളുടെ അവിടെ നിർത്തുക. 2 × 2 2² × 3 × 3 3², ഇത് തന്നെ കിട്ടുന്നത്. ഇനി 6 × 6 എന്നൊക്കെയാണ് മനസ്സിലെടുത്തെങ്കിലും കുഴപ്പമില്ല. 6നെ 3 × 2 എന്ന് കാണാം, അടുത്ത 6നെ 3 × 2 എന്ന് പറഞ്ഞാൽ 3² × 2² എന്ന് എഴുതാൻ പറ്റും. സോ ഈ രീതിക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ സുഖമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഘടകങ്ങളുടെ എണ്ണം, ഫാക്ടേഴ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിച്ചാൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. പവർ നോക്കുന്നു, അതിലൂടെ 1 കൂട്ടുന്നു, 1 കൂടി എത്ര കിട്ടും, 3 കിട്ടും. അടുത്ത ഇവിടെയും പവർ നോക്കുന്നു, അതിലൂടെ 1 കൂട്ടുന്നു, എത്ര കിട്ടും, 3 കിട്ടും. രണ്ടും കൂടി ഗുണിക്കുക, 3 3 are 9. സോ ആൻസർ എന്ത് കിട്ടി, 9. 9 ഫാക്ടേഴ്സ് ആണ് 36-നുള്ളത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ സ്വയം കണ്ടെത്തി നോക്കിക്കോളൂ. അതിന്റെ ആശയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഗുണന പട്ടികയായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ 36ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് കണ്ടെത്താൻ സാധിക്കും. സോ അടുത്തത് 100 എന്ന് പറയുന്ന നമ്പർ. 100നെ 25 × 4 എന്ന് പറഞ്ഞ് കാണാൻ സാധിച്ചാൽ 25 × 4, 4 എന്ന് വെച്ചാൽ 2² അല്ലേ, 2² ആണ് 4 എന്നറിയാം. 25 എന്ന് വെച്ചാൽ 5² ആണ്. സോ ഇപ്പൊ നോക്കിയാൽ 2ഉം 5ഉം അഭാജ്യ സംഖ്യകളല്ലേ, അതിന്റെ പവേഴ്സിൽ നമ്മൾ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നു. സോ ഇത് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ ഫോമാണ്. ഇനി അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇതിനോട് 1 കൂട്ടുക, 1 കൂട്ടുക, വീണ്ടും 3 × 3 9 കിട്ടി. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 9 കിട്ടി. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ 20 എന്ന് പറയുന്ന നമ്പറാണ്. സോ 20 എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം കോമ്പോസിറ്റ് നമ്പർ, ഭാജ്യ സംഖ്യ. സോ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 4 × 5 എന്ന് കാണാൻ സാധിച്ചാൽ 4 × 5 എന്ന് കാണാൻ സാധിച്ചാൽ 2² × 5 എന്ന് പറഞ്ഞ് എഴുതാം. ശരിയല്ലേ, 2² × 5. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, പവറുടെ 1 കൂട്ടുന്നു, 3 വന്നു, ഇവിടെ പവർ 1 ഉണ്ട്, അതിൽ 1 കൂട്ടി 2 വരും, 3 × 2 6. 6 ഘടകങ്ങളാണ് 20 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഉള്ളത്. സോ അഭാജ്യ സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി, പിന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 17 എന്ന് പറയുന്ന നമ്പർ. 17 എന്ന് പറയുന്ന നമ്പർ ഭാജ്യമാണോ അഭാജ്യമാണോ? തീർച്ചയായും അഭാജ്യ സംഖ്യയാണല്ലേ, പ്രൈം നമ്പർ. സോ ഒരു പ്രൈം നമ്പറിന് പിന്നെ വേറെ എന്തെങ്കിലും റെപ്രസെന്റേഷൻ ഉണ്ടാവുമോ? തീർച്ചയായും ഇല്ല. 17നെ 17 എന്ന് തന്നെ പറഞ്ഞാൽ കാണാൻ പറ്റൂ. 17⁻1 എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര, 1 + 1 2. പ്രൈം നമ്പേഴ്സിന്റെ ആശയം എന്തായിരുന്നു, 2 2 ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. സോ പ്രൈം നമ്പർ എന്ന് കണ്ടാൽ നമ്മൾ ഇങ്ങനെ ഒന്നും പോകാൻ നേരെ നമുക്ക് 2 എന്ന് പറഞ്ഞ് ആൻസർ എഴുതാൻ സാധിക്കും. ഏതൊക്കെയായിരിക്കും ആ 2 ഘടകങ്ങൾ, 1, അതേ നമ്പർ 17. സോ ചോദ്യങ്ങൾ വരുമ്പോൾ പ്രൈം നമ്പർ ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. സോ നമുക്ക് കാണുമ്പോൾ ഏകദേശം പറ്റും, അത്യാവശ്യം ചെറിയ നമ്പേഴ്സ് ആയിരിക്കും സാധാരണ രീതിയിലൊക്കെ വരാറുള്ളത്. 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഏതൊക്കെയാണ്. സോ അതാണ് പ്രൈം നമ്പേഴ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതിന്റെ ഗുണവും അതാണ്. എത്ര എണ്ണമുണ്ട് എന്ന് നമ്മൾ കാണാറുണ്ട്, അതിന്റെ കൂടെ ഏതൊക്കെയാണെന്ന് കൂടി 1 മുതൽ 100 വരെയുള്ളതെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ചോദ്യ രൂപത്തിലൊക്കെ വന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കിടക്കുന്നത് 3² × 25 × 7² അല്ലേ. സോ ബേസിക്കലി ഇവിടെ നോക്കുവാണെങ്കിൽ സാധാരണ നമുക്ക് ഒരു സംഖ്യയാണ് ഇവിടെ സംഖ്യയ്ക്ക് വരും, ആ സംഖ്യയുടെ എന്തോ ഒരു സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാത്രം, മീൻസ് ഒരു സംഖ്യയിലേക്ക് എത്താനുള്ള കുറേ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാത്രം അതിരിക്കുന്നില്ലേ. അവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ 3² പ്രൈം നമ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്, 7² വീണ്ടും ഒരു പ്രൈം ഫാക്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത്, 25 ഒരു ഭാജ്യസംഖ്യയാണല്ലേ. സോ ബേസിക്കലി 25ന് പകരം അവിടെ നമുക്ക് പ്രൈം നമ്പറിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ
നമുക്ക് നേരിട്ട് ഇതുപോലെയാണ് തന്നിരുന്നതെന്ന് പറയാറുണ്ട് ചോദ്യരൂപം. സോ ബേസിക്കലി ഇതിന് അങ്ങനെ ആക്കിയാൽ മതി. 3² × 25 5² ആക്കുക, ബാക്കി 7² പോലെ കിടന്നോട്ടെ. നമുക്ക് വേണ്ടത് ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടർ രൂപമാണ്. ഇവിടെ ആക്ച്വലി പ്രൈം ഫാക്ടർ രൂപവും പിന്നെ ഒരു കോമ്പോസിറ്റ് നമ്പറും ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, ആ കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പർ ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യയുടെ രീതിയിൽ അങ്ങ് ആക്കിയാൽ മതി. ബാക്കിയുള്ളവരൊക്കെ അതുപോലെ തന്നെ കിടന്നോട്ടെ. സോ നേരിട്ടുള്ള ചോദ്യമായിരുന്നു. ഈ ചോദ്യത്തിൽ തന്നെ 2 ആശയങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്തു. ഒന്ന്, സാധാരണഗതിയിലാണെങ്കിൽ 3² × 5² × 7² എന്ന് പറഞ്ഞ് നേരിട്ട് ചോദിക്കും. ഇവിടെ നമുക്ക് ഘടകങ്ങളുടെ എണ്ണം എഴുതാൻ എളുപ്പമാണ്. സോ ഒരു പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് മിക്സ് ചെയ്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭാജ്യ ഘടകങ്ങളും ഉണ്ടാകും, കൂടാതെ ഒരു ഭാജ്യസംഖ്യയും ഒക്കെ ചിലപ്പോൾ കൂടെ തരാം. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ആളെ ആരാണോ അവിടെ ഭാജ്യമായിട്ടുള്ളത്, കോമ്പോസിറ്റ് ആയിട്ടുള്ളത്, ആ ആളെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. സോ ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം, പവർ എടുക്കുന്നു, അല്ല 1 കൂട്ടുന്നു. 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ 1 കൂട്ടിയ 3 വരും. ഇവിടെയും 2 തന്നെ പവർ. സോ 1 കൂട്ടിയ 3 വരും. 3 × 3 × 3 27. സോ ബേസിക്കലി ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. അഭാജ്യ സംഖ്യയുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എണ്ണം കണ്ടുപിടിക്കുന്നു. ചില സമയങ്ങളിൽ നമുക്ക് അഭാജ്യ സംഖ്യയുടെ രീതിയിൽ നേരെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ എണ്ണം കണ്ടുപിടിക്കാൻ സാധാരണ ചെയ്യുന്ന രീതി തന്നെ ചെയ്താൽ മതിയല്ലോ. ഇനി അഭാജ്യ സംഖ്യകളും ഭാജ്യസംഖ്യകളും ചേർന്ന് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം, ഭാജ്യസംഖ്യ അഭാജ്യ സംഖ്യയുടെ രീതിയിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. സോ ഇനി ഇവിടെ നിന്നുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. സോ ഇവിടെ ഏറ്റവും ആദ്യത്തെ ഒബ്സർവേഷൻ, ഒരു അഭാജ്യ സംഖ്യയാണെങ്കിൽ അഭാജ്യ സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടാവും? തീർച്ചയായും 2 ഫാക്ടേഴ്സേ ഉണ്ടാവും. സോ അഭാജ്യ സംഖ്യ മാത്രമാണെങ്കിൽ നമുക്ക് ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും 2 എന്ന് പറയാൻ പറ്റും. ഇനി മറ്റൊരു വസ്തുത നോക്കേണ്ടത്, 36, 100 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ഒരു പ്രത്യേക തരം നമ്പറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ത് ടൈപ്പായിട്ട് പറയാൻ പറ്റും? വർഗ്ഗമൂലം എന്ന് പറയുന്ന ആശയം വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഓൾറെഡി സ്ക്വയേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 36ഉം 100ഉം ഒക്കെ ഏതോ സ്ക്വയർ നമ്പേഴ്സ് ആണ്, പക്ഷെ വർഗ്ഗങ്ങളല്ലേ, പൂർണ്ണ വർഗ്ഗങ്ങളാണ്. സോ പൂർണ്ണ വർഗ്ഗങ്ങളായിട്ടുള്ള സംഖ്യകളുടെയൊക്കെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒറ്റയായിരിക്കും. കാര്യം എന്താ? കാര്യം നമുക്ക് ഈ പൂർണ്ണ വർഗ്ഗസംഖ്യയെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? അഭാജ്യ ഘടകങ്ങളുടെ രൂപത്തിൽ എഴുതിയാൽ അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയാമോ? അതറിയാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പവർ നോക്കുക. പവറിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ ഉറപ്പിച്ചോ, പവറിൽ വരുന്നതെല്ലാം ഇരട്ട സംഖ്യകൾ മാത്രമല്ലെങ്കിൽ ഉറപ്പിച്ചോ അതൊരു പൂർണ്ണ വർഗ്ഗസംഖ്യയായിരിക്കും. ഇവിടെ നോക്കി, 2² × 3², പവർ 2 ഇരട്ടയല്ലേ. അടുത്ത 2² × 5², പവർ 2 ഇരട്ടയല്ലേ. നെക്സ്റ്റ് നോക്കി, 2² × 5⁻1, ഇവിടെ ഇരട്ട ഉണ്ട്, പക്ഷെ ഇവിടെ ഇരട്ട ഇല്ലല്ലേ. സോ അതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗ്ഗമല്ല. അടുത്ത 17⁻1, ഇതൊരു പൂർണ്ണവർഗ്ഗമല്ല. അടുത്ത ഇവിടെ നോക്കുക, 3² × 5² × 7², എല്ലായിടത്തും ഇരട്ട തന്നെയല്ലേ. സോ പവറിൽ ഇരട്ട വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചു എല്ലായിടത്തുള്ള പവറിൽ ഇരട്ടയാണെങ്കിൽ നമുക്ക് ആ സംഖ്യ പൂർണ്ണവർഗ്ഗമായിരിക്കും. ആ പൂർണ്ണവർഗ്ഗ സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 27 ഉണ്ട്, ഒറ്റ സംഖ്യയല്ലേ. ഇനി പൂർണ്ണവർഗ്ഗമല്ലാത്ത സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ടിയായിരിക്കും. ഈ ആശയം നോട്ട് ചെയ്ത് വെച്ചോണം. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദ്യരൂപമായിട്ട് കയറി വരാം. ഏതെങ്കിലുമൊക്കെ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ഇങ്ങനെയാന്നിരിക്കട്ടെ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായത് ഏത് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ഏത് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻസ് വരുന്നു. സോ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഉണ്ടോ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഉണ്ടെങ്കിൽ നേരെ മാർക്ക് ചെയ്യാം, അവരുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എപ്പോഴും ഓടായിരിക്കും. സോ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒബ്സർവേഷൻസ് യൂസ് ആകുന്നത്. നേരത്തെ ഇപ്പോൾ ഈ പറയുന്ന എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിനെ ഐഡന്റിഫൈ എന്ന് പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 2⁴ × 3⁶. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ പവർ നോക്കുക, പവർ ഇരട്ടയല്ലേ. സോ തീർച്ചയായും ആണ്. ഇതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 4 + 1 5, 6 + 1 7, 7 5 35, ഒറ്റ സംഖ്യയല്ലേ. സോ ഏത്
പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എടുത്താലും അവരുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം ഒറ്റയായിരിക്കും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായാലും പവർ ഇരട്ടയാന്ന് ഉറപ്പാണല്ലോ. പൂർണ്ണവർഗത്തിന്റെ പവർ ഇരട്ടയാണെങ്കിൽ നമുക്ക് ഒന്ന് കൂട്ടിയാൽ ഇരട്ട സംഖ്യയോട് ഒന്ന് കൂട്ടി എന്ത് കിട്ടും? ഒറ്റ സംഖ്യ കിട്ടും. ഒറ്റ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും നമുക്ക് ഒറ്റ സംഖ്യയിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും അവയുടെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ഈ പറഞ്ഞ ആശയങ്ങളും നോട്ട് ചെയ്ത് വെച്ചോളാം. പൂർണ്ണവർഗമല്ലാത്ത സംഖ്യയാണെങ്കിൽ അവയുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ടിയായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സാമിന് എവിടെയെങ്കിലുമൊക്കെ യൂസ് ആവുന്നുണ്ടാവും. ഫാക്ടേഴ്സിന്റെ ഏറ്റവും ബേസിക് ആശയമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫാക്ടേഴ്സ് എന്താണെന്നും ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയത്. ഇതല്ലാണ്ട് മറ്റു ആശയങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതായത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം, അതും കൂടി ചെറുതായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും. പിന്നെയുള്ളത് ഓഡ് ഫാക്ടേഴ്സും ഇവൻ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 6ാം ക്ലാസ്സിലൊക്കെ അത് പഠിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് കാണുന്നുണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ വരുന്നുണ്ട്. സോ ആ സമയങ്ങളിൽ നമ്മൾ തീർച്ചയായും അതുകൂടി കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു ആശയം കൂടി നമ്മൾ കാണുകയാണ്. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം, നമ്മൾ ഘടകങ്ങളുടെ എണ്ണം മനസ്സിലായി. ഇനി അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം ഇത്ര ചെയ്യേണ്ടുള്ളൂ. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അഭാജ്യ സംഖ്യകൾ എത്ര പ്രാവശ്യം നമ്മൾ എഴുതി നോക്കിയാൽ മതി. 36ൽ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെയല്ലേ എഴുതുന്നത്. എത്ര ഉണ്ട്? 1 2 3 4. മനസ്സിലായോ? സോ ബേസിക്കലി ചെയ്യേണ്ട ഇത്രയുള്ളൂ. നമ്മൾ ഈ പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ രൂപത്തിൽ എഴുതിയാൽ, അഭാജ്യ സംഖ്യയുടെ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ആ പവേഴ്സ് തമ്മിൽ അങ്ങ് കൂട്ടിയാൽ കിട്ടുന്നത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണമാണ്. ഉദ്ദേശിച്ചത് എത്ര പ്രാവശ്യം നമ്മൾ അഭാജ്യ സംഖ്യകൾ ആ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ട് എന്നാണ് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 2 4 2 2 ഇവിടെ 4, ഇവിടെ നോക്കുവാണെങ്കിൽ 2 + 1 3 അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. പ്രൈം ഫാക്ടേഴ്സിന്റെ എണ്ണത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൈം ഫാക്ടേഴ്സിന്റെ നമ്പേഴ്സ്. നെക്സ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ, പവർ മാത്രം നോക്കിയാൽ മതി. അടുത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം വേണ്ട കേട്ടോ, അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. സോ നോക്കേണ്ടത് നമുക്ക് ഈ കിടക്കുന്ന സംഖ്യ ഏതെങ്കിലും സംഖ്യ കോമ്പോസിറ്റ് ഭാജ്യമായിട്ടുണ്ടെങ്കിൽ അവയെ തീർച്ചയായും അഭാജ്യമായിട്ട് നമ്മൾ എഴുതണം, അങ്ങനെ ആക്കണം. സോ ഇവിടെ 25 എന്ന് കാണുമ്പോൾ പവർ 1 എന്ന് പറഞ്ഞ് ധരിക്കരുത്. കാരണം 25 ഒരു ഭാജ്യ സംഖ്യ എന്ന് മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കണം. സോ ഒരു 5 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ നമുക്ക് 2 2 4 2 6 എണ്ണം. സോ എന്താ ചെയ്യേണ്ടത്? അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ജസ്റ്റ് പവേഴ്സ് എടുത്ത് കൂട്ടിയാൽ മതി. അഭാജ്യ സംഖ്യയുടെ പവേഴ്സ് എടുത്തിട്ട് കൂട്ടിയാൽ മതി. സോ ക്വസ്റ്റ്യനിൽ അഭാജ്യ സംഖ്യയുടെ പവേഴ്സിന്റെ കൂടെ ഭാജ്യ സംഖ്യകൾ ഉണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവയും നമ്മൾ അഭാജ്യ സംഖ്യയായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം മാത്രമേ പവേഴ്സ് എടുത്ത് കൂട്ടാവൂ. സോ അങ്ങനെ പവേഴ്സ് എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് അഭാജ്യ സംഖ്യയുടെ എണ്ണം. ഇനി ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇപ്പൊ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് 2 3 മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുവാണെങ്കിൽ 2 5 ഇവിടെ നോക്കി ഇവിടെ 2 5 ഇവിടെ 17 മാത്രം, ഇവിടെ 3 5 7 ഉണ്ട്. സോ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണോ ഉള്ളത് നോക്കിയാൽ മതി. ഇവിടെ 2 3 മാത്രമേ ഉള്ളൂ. സോ 2 എണ്ണം. ഇവിടുത്തെ കേസിൽ 2 5 ഉള്ളു, അവിടെയും 2 എണ്ണം. ഇവിടുത്തെ കേസിൽ 2 5 അവിടെയും 2 എണ്ണം. ഇവിടെ 17 മാത്രം ഒരൊറ്റ എണ്ണം. ഇവിടെ 3 5 7 3 എണ്ണം. ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം, എന്തെങ്കിലും കൺഫ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. സോ മറ്റൊരു 2 power 8 into 3 power 5 into 7 power 6. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചാൽ 1 2 3 3 ഉള്ളൂ. സോ 3 എണ്ണം. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 + 5 13 13 6 19. മനസ്സിലായാലും ഇതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നോളൂ. കാരണം ബേസിക് ലെവലാണ്, 5ാം ക്ലാസ്സിലേക്കാണ് ഇതിൻ്റെയും ആശയങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ മോഡൽ ചോദ്യങ്ങൾ അഥവാ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ഈ 7ാം ക്ലാസ് ലെവൽ പരീക്ഷകൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അവിടുത്തെ കേസിലേക്ക് നമുക്ക് ഇത് അറിഞ്ഞിരുന്നാൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നാൽ തീർച്ചയായും എഴുതാൻ സാധിക്കും. സോ ഇത് കൂടാതെ ആശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ സെഷനിൽ കവർ ചെയ്തിട്ടുണ്ടാവും. ഓഡ് ഫാക്ടേഴ്സും ഇവൻ ഫാക്ടേഴ്സിൻ്റെയും എണ്ണം കണ്ടുപിടിക്കുന്നത്. സോ അതും സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, നമ്മൾ പിന്നീട് കവർ ചെയ്യുമെന്നുള്ളത്. സോ ഇതുവരെ പറഞ്ഞ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി മാത്രം പോകും. എന്തെങ്കിലും സംശയം വേണ്ടി തീർച്ചയായും ചോദിച്ചോളൂ.